നമസ്കാരം. ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്നത് ശ്രീ OMV കുറുപ്പിൻ്റെ അമ്മ എന്ന കവിതയാണ്. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ വാണിരുന്നു. കല്ലുകൾ ചെത്തി പടുക്കുമാ കൈകൾക്കു കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കിട്ടുവാനായി 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. ഇക്കുറി വല്ലായ്മയാർന്നു പോയി ഭിത്തിയുറയ്ക്കുന്നിലൊന്നുകൊണ്ടും. എന്താണു പൂംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കേ വിളിപാടുകൊണ്ടാരോ ചൊല്ലിയത്രേ. അധികാരമുള്ളോരതേറ്റു ചൊല്ലി, അധികാരമുള്ളോരതേറ്റു ചൊല്ലി. 9 ഉണ്ടല്ലോ വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആ മതിൽ മണ്ണിലുറച്ചു നിൽക്കും. ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. കൂട്ടത്തിലേറ്റവും മൂപ്പരുന്ന തെല്ലൊരൂറ്റത്തോടപ്പോൾ പറഞ്ഞുപോയി. ഇന്നുച്ച നേരത്തു കഞ്ഞിയുമായി വന്നെത്തിടുന്നവ ആരുമാട്ടെ അവളെയും ചേർത്തി മതിൽ പടുക്കും. അവളെ പണിക്കാർ തൻ മാനം കാക്കും. കഞ്ഞിക്കനാവും തലയിലേറ്റി കയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാടവരമ്പിലൂടെ മണ്ടിക്കിതച്ചു വരുന്നതാരോ. മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പിന്നായിരുന്നു. ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴമവളുടേതായിരുന്നു. കുഞ്ഞിനെ തോളിൽ കിടത്തി തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനടുത്തിരിക്കെ ഈ കഞ്ഞിയൂട്ടുടുക്കെത്തയാമിന്ന് ഓർക്കുവാനാ സഖിക്കായതില്ല. ഓർക്കാപ്പുറത്താണശനിപാതം ആർക്കറിയാമിന്നതിൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവേരെ അന്ത്യമാം തന്നഭിലാഷമപ്പോൾ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു. ഭിത്തിയുറയ്ക്കാനി പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കുവിനൊന്നെനിക്കുണ്ട് ഒറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളുവിൻ. കെട്ടിമറയ്ക്കല്ലൻ പാതി നെഞ്ചം കെട്ടിമറയ്ക്കല്ലൻ എൻ്റെ കൈയും
എൻ്റെ പൊന്നോമന കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്കു കൊണ്ടുപോരൂ. ഈ കൈയാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. 9 കൽപ്പണിക്കാർ പടുത്ത വൻപിയെന്നോരാ കോട്ടതൻ മുന്നിൽ ഇന്നുമുണ്ടേന പെണ്ണിൻ അപൂർണ സുന്ദരമായവൻ ശിലാശില്പം. സുന്ദരമായവൻ ശിലാശില്പം. നന്ദി.